ഈ ഫാഷൻ ടെക്നോളജി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫാഷൻ ടെക്നോളജി എപ്പോഴും മനസ്സിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ മനുഷ്യരുടെ ഡിസൈനിങ്ങിനെ കുറിച്ചും ഫാഷനെ കുറിച്ചും അവരുടെ സ്റ്റൈലുകളെ കുറിച്ചൊക്കെ അല്ലേ? എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നിനെ കുറിച്ചാണ്. പെറ്റ് ഗ്രൂമിങ് എന്ന് പറയും. മൃഗങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളുടെ ഫാഷനെ കുറിച്ച്, അത് ഡിസൈനിങ്ങിനെ കുറിച്ച്, അതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് ഒക്കെ അല്ലേ? പെറ്റ് ഗ്രൂമിങ് ശരിക്കും വേണ്ട ഒന്നാണ്. ഇപ്പോൾ ഡോഗ് ഗ്രൂമിങ് ഉണ്ട്, പെറ്റ് ഗ്രൂമിങ് മീൻസ് ക്യാറ്റ് ഗ്രൂമിങ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകൾ, ഒരുപാട് വളർത്തു മൃഗങ്ങളെ എങ്ങനെ നമുക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവരുടെ ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ വളർച്ചയെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് പിന്നെ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർ നെയിൽ കട്ട് ചെയ്യണം, അവർക്ക് ചെവിയിൽ വൃത്തിയാക്കണം, അവരുടെ ശരീരം വൃത്തിയാക്കണം, അവരുടെ രോമങ്ങൾ വൃത്തിയാക്കണം, അവർക്ക് ഈവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടീത്ത് ബ്രഷ് ചെയ്യണം അല്ലേ? ഇതൊക്കെ ചെയ്തു കൊടുക്കാവുന്ന ശാസ്ത്രീയതയെ കുറിച്ചിട്ടാണ് പെറ്റ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതിനൊരു ഇൻഡസ്ട്രി ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും നമുക്കുണ്ട്. ഇപ്പോൾ ആളുകളെല്ലാം തന്നെ വളർത്തുമൃഗങ്ങളിൽ കൂടുതൽ പാഷനുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇതിനെ അവരെ കുളിപ്പിക്കാനും അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ഫുഡ് കൊടുക്കുവാനും അവരുടെ സാഹചര്യങ്ങളെ ഒക്കെ അനുകൂലമാക്കി കൊണ്ടുവരുവാനും ഒക്കെ ഇന്ന് ആളുകൾ കൂടുതൽ പണം ചിലവഴിക്കുകയും ഇൻട്രസ്റ്റിംഗ് എടുക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. താല്പര്യമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ പെറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, മൃഗങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകൾക്ക് ഇതൊരു നല്ല കരിയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്വന്തം ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനും ഒരു എൻ്റർപ്രണർഷിപ്പിലേക്കും അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കരിയറായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.